എവ്രിവൺ. അപ്പൊ TNT-യിലെ ബി.എഡിലെ സെക്കൻഡ് സെമസ്റ്റർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന ചാപ്റ്റർ. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, എത്രത്തോളം നീഡ് ആണ് നമുക്ക് ആവശ്യകതയെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് ഫസ്റ്റ് ഉള്ളത്. സെക്കൻഡ് എന്താണ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ് നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ളത്, അതിനെ അസോസിയേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നുള്ളത്. മൂന്നാമതായിട്ട് എന്തൊക്കെയാണ്, ഐഡന്റിഫൈ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് മാനേജ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ആണുള്ളത്, അതെങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഉള്ളത്, അപ്രീഷിയേറ്റ് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇനിഷ്യേറ്റ് പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. നമ്മൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ കുറെ പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഉണ്ട്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ആവശ്യമാണ് ഒരു എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൊടുക്കേണ്ടത്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വി ക്യാൻ ഗോ യൂണിറ്റ് 1 എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാ പറയുന്നത്, കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എൻവയോൺമെന്റ്, പിന്നെന്താ കോമ്പണന്റ്സ് ഓഫ് എൻവയോൺമെന്റ്, ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ അവയർനെസ്, എൻവയോൺമെന്റൽ ആറ്റിറ്റ്യൂഡ്, എക്കോളജിക്കൽ ഇന്റലിജൻസ്, എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. പിന്നെ എന്തൊക്കെയാണ് ഫോക്കൽ അസെറ്റ്സ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, പിന്നെ ഗോൾസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ നീഡ്സ്, ഇമ്പോർട്ടൻസ്, പിന്നെ എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, നമ്മുടെ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ എത്രത്തോളം സ്കോപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് പറയാം, ഈ ടോപ്പിക് അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചു വെച്ച് നമുക്ക് ഏത് മെസ്സേജ് എന്താണ് സുഖസുന്ദരമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, കമോൺ. കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റ് നമുക്ക് ആദ്യം എന്താ മൈൻഡിൽ വരുന്നത്, നമ്മുടെ സറൗണ്ടിങ്സിലെ നമ്മുടെ ചുറ്റുഭാഗം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപുറമുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റൽ എന്ന് പറയുന്നത്. Environmental science is the study of interaction among the physical, chemical, biological components of environment. അപ്പൊ നമ്മൾ പറയുന്നത് എൻവയോൺമെന്റൽ സയൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ. എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ഫിസിക്കൽ ആയിട്ടും അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടും ബയോളജിക്കൽ ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിലെ കോമ്പണൻസുമായി നമ്മുടെ ഇന്ററാക്ഷൻസ് ആണ് എന്ത് എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ എൻവയോൺമെന്റ് വേർഡ് എവിടുന്ന ഡിറൈവ് ചെയ്തിട്ടുള്ളത്, ഒരു ഫ്രഞ്ച് വേർഡാണ് അല്ലെ. എൻവയോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് വേർഡാണ് എന്ത് എൻവയോൺമെന്റ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതെന്താ മീൻ ചെയ്യുന്നത്, എൻസർക്കിൾ ഓർ സറൗണ്ട്, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുഭാഗമുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മൾ കാണപ്പെടുന്ന ഈ മരങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും വീടും കാടും മലയും അതുപോലെ തന്നെ വാട്ടർ, എയർ, ബാക്കി പൊല്യൂഷൻസ് ആണെങ്കിലും എല്ലാം ഇതൊക്കെ എന്താണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കവർ ചെയ്ത് നിൽക്കുന്ന പുറമേ ഉള്ളതാണ് എന്ത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, എവറിത്തിങ് ദാറ്റ് സറൗണ്ട് ആൻഡ് എഫക്ട്സ് ലിവിംഗ് ഓർഗാനിസം ഇസ് എൻവയോൺമെന്റ്. നമ്മുടെ ലിവിംഗ് ആണെങ്കിലും നോൺ ലിവിംഗ് ആണെങ്കിലും എന്താണെങ്കിലും എന്താണെടാ, അത് ഒരു എൻവയോൺമെന്റ് ആണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിൽ നേച്ചർ കോമ്പണൻസ് ഉണ്ടാവാം, ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ് നാച്ചുറൽ ആയിട്ട് കോമ്പണൻസ് ആയിട്ടുള്ളത്, എയർ, വാട്ടർ, സോയിൽ, പ്ലാന്റ്സ്, ആനിമൽ, ഇതൊക്കെ എന്താണ് നേച്ചർ കോമ്പണൻസ് ആണ്. അതുപോലെ ഹ്യൂമൻ മെയ്ഡ് ഏതൊക്കെയാണ്, ബിൽഡിങ്സ്, റോഡ്സ്, വെഹിക്കിൾ, ഇൻഡസ്ട്രീസ് എക്സെട്ര അല്ലെ. ബേസ്ഡ് ഓൺ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നോൺ ലിവിംഗ് തിങ്സ് ഒക്കെയാണ് എന്ത് കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിവിംഗ് ഉണ്ട് നോൺ ലിവിംഗ് ഉണ്ട്, ഇതെല്ലാം ഇന്റർകണക്ട് ചെയ്ത് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ആയിട്ടുള്ള സാധനങ്ങളാണ് എന്ത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റ് പറഞ്ഞു, അതുപോലെ മീനിങ്. ഇത് എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എസ്സേ വന്നാലും 2 മാർക്കിന് വന്നാൽ എവിടെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് എഴുതാൻ പറ്റണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്താണ്, എവറിത്തിങ് ദാറ്റ് സറൗണ്ടിങ് ആൻഡ് എഫക്ട്സ് ലിവിംഗ് ഓർഗാനിസം ഇസ് കോൾഡ് എൻവയോൺമെന്റ്. നമ്മുടെ സറൗണ്ടിങ്സിലും അതുപോലെ ഒരു ലിവിംഗ് ഓർഗാനിസം എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് എന്താ പറയുന്നത്, എൻവയോൺമെന്റ് ഹാസ് ഡിഫൈൻഡ് ആസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഓൾ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് എഫക്ടിങ് ദ ലൈഫ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം. എന്ന് പറഞ്ഞാൽ എന്താണ്, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എല്ലാ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെയും ഒരു ടോട്ടൽ സം ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിലിപ്പോ ലൈറ്റ് ആവാം, ഫുഡ് ആവാം, ടെമ്പറേച്ചർ ആവാം, എന്തുമാവാം അല്ലെ. ഒരു ഓർഗാനിസത്തിനെ എഫക്ട് ചെയ്യുന്ന, ഗ്രോ ചെയ്യാൻ എഫക്ട് ചെയ്യുന്ന ഗ്രോത്ത്, സർവൈവൽസ്, ബിഹേവ്, ഇതൊക്കെ എന്താണ് എൻവയോൺമെന്റ്. നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും,
Environment is all the surrounding living beings affect their life and help them grow and develop. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം ഡെഫിനിഷൻസ് അല്ലെ. എൻവയോൺമെന്റിൽ കുറച്ച് ആൾക്കാർ കുറച്ച് പേഴ്സണാലിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആരാ പറഞ്ഞത്? പി ഗിസ്ബർട്ട് അല്ലെ. ഗിസ്ബർട്ട് എന്താ പറഞ്ഞത്? എൻവയോൺമെന്റ് ഈസ് എനിത്തിങ് ഇമ്മീഡിയറ്റ്ലി സറൗണ്ടിങ് an object and exerting a direct influence on it. എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെന്റ് നമ്മുടെ നിയർ ബൈ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് പറയാൻ പറ്റും? എൻവയോൺമെന്റ് ആണ് എന്ന് പറയാം. ഡയറക്ട്ലി എഫക്ട് എ പേഴ്സൺ ഓർ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നിയർ ബൈ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത്? പി ഗിസ്ബർട്ട് അല്ലെ. അടുത്ത ആളാരാണ്? ടി ഡി ഇലിയോട്ട്. ടി ഡി ഇലിയോട്ട് എന്താ പറഞ്ഞത്? എൻവയോൺമെന്റ് ഈസ് ദ ഫീൽഡ് ഓഫ് എഫക്ട്, സ്റ്റിമുലേഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഫോർ എനി യൂണിറ്റ് ഓഫ് ലിവിംഗ് മാറ്റർ എന്നാണ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റിമുലൈ ആണ്. സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദനം അല്ലെ. നമ്മുടെ സ്റ്റിമുലൈ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ ബ്രെയിനിക്ക് എന്താണ്, നമ്മുടെ നെർവ് സെൽസിൽ ഒരു സ്റ്റിമുലൈ പോയിട്ടാണ് നമുക്ക് ചൂടുണ്ട് അല്ലെങ്കിൽ നമുക്ക് തണുപ്പാണ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റിമുലൈ കിട്ടുന്നില്ലേ? അതുപോലെ തന്നെ ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്റെ സ്റ്റിമുലൈ ആണ് എന്ത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിലെന്ത് പെടാം? ലൈറ്റ്, സൗണ്ട്, ഹീറ്റ്, നമ്മളൊക്കെ എന്തൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരു സ്റ്റിമുലൈ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്പേസ്. മനസ്സിലായി? എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്പേസ് വേർ ലിവിംഗ് തിങ്സ് ആർ സ്റ്റിമുലൈ. നമുക്ക് സ്റ്റിമുലൈ കിട്ടുന്ന ഒരു ഏരിയയോ അല്ലെങ്കിൽ സ്പേസിലോ എന്ന് പറയാൻ പറ്റും? നമുക്ക് എൻവയോൺമെന്റ് എന്ന് പറയാൻ പറ്റും. നമുക്ക് എക്സാമ്പിൾ പറയാനുള്ളത് പ്ലാന്റ് റെസ്പോണ്ടിങ് ടു സൺലൈറ്റ് ഓർ ഹ്യൂമൻ റിയാക്ടിങ് ടു വെദർ. പ്ലാന്റ്സ് അല്ലെ, സൺലൈറ്റ് കിട്ടുന്ന പ്ലാന്റ്സിന് എന്ത് പറയും? ചില പ്ലാന്റ്സിന് വെയിൽ കൂടുതൽ ഇതാവുമ്പോൾ വാടിപ്പോവും അല്ലെ. അതെന്താണ്? ആ ചൂട് തട്ടിയിട്ട് അതിന് സ്റ്റിമുലൈ വന്ന ചൂടാണ് അല്ലെ. അതുപോലെ വെദർ, നമ്മൾ വെദറിനെ റിയാക്ട് ചെയ്യുന്നില്ലേ? ചൂട് വരുമ്പോൾ ചൂട് പോലെ ഫീൽ ചെയ്യുന്നു, തണുപ്പ് വരുന്നു, എന്താണ്? നമുക്ക് സ്റ്റിമുലൈ കിട്ടാണ്. അതാണ് എന്ത് പറയുന്നത്? ടി ഡി ഇലിയോട്ട് പറഞ്ഞത്. പി ജെ റോസ് എന്താ പറഞ്ഞത്? എൻവയോൺമെന്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് അല്ലെ. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, നമുക്ക് പുറമെ കിട്ടുന്ന നമ്മുടെ ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്? എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? പൊല്യൂഷൻ എഫക്റ്റിംഗ് ബ്രീത്തിങ് അല്ലെ. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് പൊല്യൂഷൻ അല്ലേ? അതെന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുമല്ലേ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഈ 3 ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കണം അല്ലെ. ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കാൻ നമുക്ക് ഫസ്റ്റ് എന്ത് എഴുതാൻ പറ്റും? കൺസെപ്റ്റ് എഴുതാം അല്ലെ, അതിന്റെ മീനിങ് എഴുതാം, പിന്നെ അതിന്റെ ഡെഫിനിഷൻസ് എഴുതാം. ഇതൊക്കെ എഴുതാൻ തന്നെ എത്ര നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തെന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ അല്ലെ. നമുക്ക് എയർ, നമുക്ക് ഫുഡ്, കാര്യങ്ങൾ എല്ലാം ആരാ തരുന്നത്? എൻവയോൺമെന്റ് ആണ് അല്ലെ. പ്രൊവൈഡ്സ് എയർ ടു ബ്രീത്ത്, വാട്ടർ ടു ഡ്രിങ്ക്, ഫുഡ് ടു ഈറ്റ് ആൻഡ് ഷെൽട്ടർ. സപ്പോർട്ട് ലൈഫ്, ഒരു ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? എൻവയോൺമെന്റ്. ഓക്കെ, പിന്നെന്താണ്? നമ്മുടെ ലൈഫിന് അത് വളരെ എസെൻഷ്യൽ ആണ്. ഒരു വലിയൊരു റോള്, പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ അല്ലെ. ഒരു വലിയൊരു ഹ്യൂമൻ ഹെൽത്തിനെ വലിയൊരു റോൾ ആര് വഹിക്കുന്നുണ്ട്? ഈ എൻവയോൺമെന്റ് വഹിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ എന്താണ്? നാച്ചുറൽ ബ്യൂട്ടി അല്ലെ, ഇമ്പോർട്ടന്റ് റെഗുലേറ്ററി ക്ലൈമറ്റ് ഒക്കെ എന്താണ് നമ്മുടെ. പിന്നെന്താണ്? നമ്മളിപ്പോ ഒരു ഡിപ്രഷനിൽ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ സങ്കടമായിട്ട് ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് പോയി എൻവയോൺമെന്റിൽ പോയിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു ശാന്തത അല്ലെ, നമുക്ക് എന്തൊരു ഒരു ഫീല്, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എന്താണ്? നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ എന്താവശ്യമാണ്? ഈ എൻവയോൺമെന്റ് ആവശ്യമാണ് അല്ലെ. നമ്മുടെ ഈ നേച്ചർ ബ്യൂട്ടി, നമ്മൾ ചില സമയത്ത് നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന വിചാരിക്കാൻ എന്ത് ഭംഗിയാണ് ഓരോ സ്ഥലങ്ങൾ കാണാൻ. നമ്മൾ എന്തിനാ ട്രിപ്പൊക്കെ പോകുന്നത്? നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവാൻ വേണ്ടി, നമ്മൾ പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി, അവിടുത്തെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അല്ലെ. അതൊക്കെ എന്താണ്? എൻവയോൺമെന്റ് ആണ് അല്ലെ. നമ്മൾ ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗാർഡൻ കണ്ടില്ലേ? എന്ത് ഭംഗി, എന്ത് മനോഹരമാണ്. അവിടെ നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത്, നമ്മുടെ മെന്റലും നമ്മുടെ ഫിസിക്കലൊക്കെ എന്ത് ചെയ്യും? ഒരു റിഫ്രഷ്മെന്റ് കിട്ടും അല്ലെ. അതാണ് എന്ത് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ്. അത്രത്തോളം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ എൻവയോൺമെന്റ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് എന്താണ്? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എന്താണ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ is a process that allows individual to explore environmental issues, engage in problem solving,
ടേക്ക് ആക്ഷൻ ടു ഇംപ്രൂവ് ദ എൻവയോൺമെന്റ്. അല്ലെ, എന്താ പറയുന്നത്? എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ നമ്മളെ പീപ്പിൾസിന് എന്തുണ്ട്? പൊല്യൂഷൻ, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഡീഫോറസ്റ്റേഷൻ, ഇതൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരെ പറയുന്നത്? എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ അല്ലടാ നമുക്ക് തരുന്നത്. ഇപ്പൊ നമുക്കിവിടെ ഈ എയർ പൊല്യൂഷൻ ആണ്, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മുടെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കാരണല്ലേ? നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോഴല്ലേ അവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, എന്താണ് നമ്മുടെ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ നമുക്ക് എയർ പൊല്യൂഷൻ ആണ്, അല്ലെ, നമ്മൾ എയർ പൊല്യൂഷൻ ആവുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാ അറിയുന്നത്? അല്ലെ, ഈ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ്. ഇതേ കാര്യങ്ങൾ എന്താണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെ, ഓക്കെ. പിന്നെന്താണ്? ഇറ്റ് എൻകറേജ് പീപ്പിൾ ടു തിങ്ക് ക്രിട്ടിക്കലി, സോൾവ് പ്രോബ്ലം ആൻഡ് ടേക്ക് പോസിറ്റീവ് ആക്ഷൻ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുകയാണ് ഇതെങ്ങനെയാണ് നമുക്കിത് എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് ഇത് നിൽക്കുക, അല്ലെ, എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. അല്ലെ, അടുത്ത എന്താ പറഞ്ഞത്? എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ് in which individual gain awareness of their environment, acquire knowledge, skill, values, experience, and also the determination which will enable to them to act individually and collectively. എന്താ പറയുന്നത്? നേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു അവയർനെസ് കിട്ടാൻ അവർക്ക്, നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ എൻവയോൺമെന്റിൽ, നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് മോശമാവും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താലേ നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, ഇപ്പൊ മരം വെട്ടി മുറിക്കരുത്, നമ്മൾ പഠിച്ചത് എവിടുന്നാ? അത് മരം വെട്ടി മുറിക്കുമ്പോഴും എന്ത് വരും? നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള എയർ, നമ്മുടെ ബാക്കി കാര്യങ്ങൾ, സോയിൽ ഇറോഷൻ, സുനാമി കാര്യങ്ങളൊക്കെ വരും. നമ്മൾ എവിടുന്നാ പഠിക്കുന്നത്? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? ഇതിനെ കുറിച്ചൊക്കെ അവയർനെസ് അവർക്ക് കൊടുക്കും. നമ്മളൊരു പ്ലാസ്റ്റിക് നമ്മുടെ എൻവയോൺമെന്റിൽ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കും, അല്ലെ, ഇത് തെറ്റാണ്. ഇതൊക്കെ എന്താണ്? അവരൊരു അവയർനെസ് കൊടുക്കാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കില്ല് കിട്ടും, ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കിട്ടും. ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്ത എന്താണ്? കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ? മെയ്ഡ് അപ്പ് 5 important components that help individual become responsible and active in solving environment. ഒരു 5 important components ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലെ, അത് ഫസ്റ്റ് എന്താണ്? awareness and sensitivity to the environment and environmental challenges. People must first become aware of what is happening in the environment. അല്ലെ, ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് വേണം. അല്ലെ, എന്താണ് പൊല്യൂഷൻ, അതുപോലെ ഡീഫോറസ്റ്റേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് വേണം? നമുക്കൊരു അറിവ് വേണം. അല്ലെ, ഫസ്റ്റ് ബിക്കം വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് വേണം. പിന്നെന്താ പറഞ്ഞ? സെൻസിറ്റിവിറ്റി മീൻസ് ഡെവലപ്പിംഗ് കൺസേൺ ആൻഡ് ഇമോഷണൽ കണക്ഷൻ വിത്ത് നേച്ചർ. എന്താ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്? നമ്മളൊരു ഇമോഷണൽ ടച്ചും അതുപോലെ തന്നെ ഒരു കൺസേണും നമ്മുടെ നേച്ചറുമായിട്ട് നമുക്ക് വേണം. മനസ്സിലായോ? നമ്മൾ കാരണമാണ് എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്, നമ്മൾ കാരണമാണ് എൻവയോൺമെന്റ് ചീത്തയാവുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വേണം. നമുക്കൊരു ഇമോഷണൽ ടച്ച് വേണം, അല്ലെ, ഒരു കണക്ഷൻ വേണം. എക്സാമ്പിൾ റിയലൈസ് ഹൗ പ്ലാസ്റ്റിക്, അല്ലെ, എന്താണ് നമ്മൾ പറയുന്ന പോലെ ഓഷ്യൻസിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്സ്, അല്ലെ, ഈ കുളത്തിലും അതുപോലെ തന്നെ തോടുകളിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്, കടലിലൊക്കെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നില്ലേ? അതൊക്കെ എന്താ? നമ്മളാണ് എന്ത് ചെയ്യുന്നത്? എൻവയോൺമെന്റിന്റെ പൊല്യൂഷൻ ആക്കുന്നത്. ഇത് നമുക്ക് നേച്ചറുമായിട്ട് ഒരു കൺസേണോ അല്ലെ ഒരു ഇമോഷൻ കണക്ഷനോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യോ? ഇല്ല. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞ കോമ്പണന്റ്. പിന്നെന്താ പറഞ്ഞത്? നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ചലഞ്ചസ്. എന്തൊക്കെയാണ്? എൻവയോൺമെന്റ് എന്താണ്, അതുപോലെ അത് എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അല്ലെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നമുക്ക് പഠിക്കണം. പിന്നെന്താണ്? എഫക്ട്, സൊല്യൂഷൻ ഓഫ് എൻവയോൺമെന്റ്. ആ എൻവയോൺമെന്റ് ഇങ്ങനെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ, നമുക്ക് എന്തറിയണം? അതിന്റെ സൊല്യൂഷൻസും കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, മൂന്നാമത്തെ എന്താ നമ്മൾ പറയുന്നത്? ആറ്റിറ്റ്യൂഡ്സ് ഓഫ് കൺസേൺ ഫോർ ദ എൻവയോൺമെന്റ് ആൻഡ് മോട്ടിവേഷൻ ടു ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ എൻവയോൺമെന്റൽ ക്വാളിറ്റി. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ടുവേർഡ് നേച്ചർ. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും അതുപോലെ നമ്മുടെ നേച്ചറാണ്, നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് എന്ത് വേണം? മോട്ടിവേറ്റിംഗ് പീപ്പിൾ ടു കെയർ അബൌട്ട് ദ പ്ലാനറ്റ് ആൻഡ് ആക്ട് ടു പ്രൊട്ടക്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? ആൾക്കാരെ മോട്ടീവ് ചെയ്യണം, അല്ലെ, നമ്മൾ പ്ലാനറ്റിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മൾ അവരെ കെയർ ചെയ്യണം, അല്ലെ, നമ്മൾ ഫീൽ പ്രൗഡ് ടു സേവ് എനർജി ഓഫ് പ്ലാന്റ് ട്രീസ്. നമ്മൾ പ്രൗഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എന്ത്? എൻവയോൺമെന്റ് എന്താണ് കോമ്പണൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ എന്താണ്?
സ്കിൽസ് ടു ഐഡന്റിഫൈ ആൻഡ് ഹെൽപ് ടു റിസോൾവ് എൻവയോൺമെന്റൽ. എങ്ങനെ നമുക്കൊരു വേസ്റ്റിനെ മാനേജ് ചെയ്യാം, അതുപോലെ നമുക്ക് നമ്മുടെ വാട്ടറിനെ എനർജിയിലൊക്കെ എങ്ങനെ കൺസേർവ് ചെയ്യാം, ഹൗ ടു കണ്ടക്ട് ആൻ എൻവയോൺമെന്റൽ സർവേ, ഈ കാര്യങ്ങളാണ് എന്ത് സ്കിൽ ടു ഐഡന്റിഫൈ എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, അവയർനെസ് വേണം അല്ലെ, എൻവയോൺമെന്റ് എന്തൊക്കെയാണ് നടക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്, സെൻസിറ്റിവിറ്റി, നമുക്കൊരു കണക്ഷൻ വേണം. പിന്നെന്താണ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെയൊക്കെ ചെയ്താലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുക, എന്താണ് അതിന്റെ ബാക്കിലുള്ള സയന്റിഫിക് കാര്യങ്ങൾ അല്ലെ. പിന്നെന്താണ് പറഞ്ഞത്, ഇംപ്രൂവ് ചെയ്യുക, മോട്ടീവ് ചെയ്യുക. അപ്പൊ ആൾക്കാരെ നമ്മൾ മാത്രം പറയാം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, മോട്ടീവ് ചെയ്യാണ് അല്ലെ. പിന്നെന്താണ് പാർട്ടിസിപ്പേഷൻ ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലെഡ് ടു ദി റിസൊല്യൂഷൻ എൻവയോൺമെന്റ് ചാലഞ്ചസ് അല്ലെ. ഓരോ പ്രോഗ്രാംസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രീ പ്ലാന്റേഷൻ അല്ലെ, ക്ലീനപ്പ് ഡ്രൈവ്സ്, അവയർനെസ് ക്യാമ്പ് അല്ലെ, ഇതൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാണ്, നമ്മളെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എൻവയോൺമെന്റ് സുഖമുള്ള ചാപ്റ്റർ ആണ്, ഈസിയാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ അത് എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ കോമ്പണൻസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. താങ്ക് യു.